ഞാനിവിടെ കന്യാകുളങ്ങര ഹൈസ്കൂളിലൊന്ന് നിൽക്കുകയാണ്. നമ്മുടെ അധ്യാപകരും അനധ്യാപകരുമായിട്ടൊക്കെയുള്ള ഒരു സംഗമമാണെന്ന്. അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ എന്താണ്. അപ്പോൾ നമ്മുടെ സ്കൂളൊന്ന് കാണാം. ഗവൺമെൻറ് ഹൈസ്കൂൾ കന്യാകുളങ്ങര. ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ബോയ്സ് ആയിരുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 2014-15 ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ കന്യാകുളങ്ങര. ഇത് മാറിയിട്ടില്ല. ഈ ബോർഡ് എപ്പോഴും ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ കന്യാകുളങ്ങര. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വകയായിട്ട് ചെയ്ത ഗേറ്റാണ്. അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല. അത് ഹൈസ്കൂളാക്കി മാറ്റി. ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്തായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്. ഇതാണ് ഫ്രണ്ട്. പൂന്തോട്ടമൊക്കെ ഉണ്ട്. അതെ, ഇത് ഇത് എൻ്റെ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇപ്പം ഇവിടെ HM-ആണ് ഷിജി ടീച്ചർ. കന്യാകുളങ്ങര എപ്പോഴും വായിൽ വരുള്ളൂ. പിറപ്പങ്കോട് 7 വർഷം എടുത്താലും പിറപ്പങ്കോട് വരില്ല, കന്യാകുളങ്ങരന്ന് വരുള്ളൂ കേട്ടോ. അപ്പം ഇത് ഷിജി ടീച്ചറാണ് ഇപ്പോൾ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ്. ഓഫീസ് വരുന്നത് എൻ്റെ HM-ആണ് ഇതായി വരുന്നത്. ബയോളജി ടീച്ചർ എല്ലരൊക്കെ വന്നിട്ടുണ്ട്. ടീച്ചർ നേരത്തെ വന്നില്ലത്. ഇതാണ് ഇവിടത്തെ ഇപ്പോഴത്തെ HM. എൻ്റെ ടീച്ചറായിരുന്നു. എൻ്റെ ടീച്ചറെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചറല്ല, പിറപ്പങ്കോട്ട് ടീച്ചറായിരുന്നു മലയാളം. ഇപ്പോൾ ഇവിടെ ബോയ്സൊക്കെ മാറി. ഇപ്പോൾ ഏട്ടാ കൂടെ ബോയ്സിന്നേ വരുള്ളൂ. ബോയ്സ് മാറി. ഇപ്പോഴത് ഗേൾസിനും ബോയ്സുമാണ്. ഇപ്പോൾ ഇത് വെറും ഗവൺമെൻറ് സ്കൂളാണ് ഇപ്പോഴല്ലേ. ഏത് വർഷമായത്? 22. അപ്പോൾ ഞാൻ രാജസ്ഥാനായിരുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ശരി, അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളാക്കാം. പിറപ്പങ്കോടായിരുന്നു. ഞാൻ വെച്ചതായിരുന്നു പറഞ്ഞ. ഈ നിൽക്കുന്നത് HM-ആണ്. സാലി ടീച്ചർ HM. അടുത്ത HM എല്ലാ HM-മാരെയും പരിചയപ്പെട്ടു. ഔദ്യോഗികമായിട്ട് മീറ്റിംഗും തുടങ്ങിയിട്ടില്ല. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതേ ഉള്ളു. ഗിരിജ ടീച്ചർ എത്തിയില്ലേ? ഗിരിജ ടീച്ചർ സുന്ദരിയായിട്ടുള്ള ഫോട്ടോ. അതല്ല സുധാ, ഞങ്ങളൊക്കെ ഒരുപാട് വർഷം വർക്ക് ചെയ്തതായി ഇരിക്കുന്ന ആൾക്കാരാണ്. ഇതെൻ്റെ HM-ആയിരുന്നു. എനിക്കൊരു സബ്സ്ക്രൈബറൊക്കെ ഇന്ന് പിടിക്കാനുള്ളതാണ്. എനിക്ക് എല്ലാവർക്കും ചാനലിൽ നിന്ന് പിടിക്കണം. എനിക്ക് 6000 ആവാം. ഇന്നലെ 6000 ആയിരുന്നു. വീട്ടിൽ 2 പേര് കുറഞ്ഞു. യൂട്യൂബ് ചാനല് ഇന്നലെ 6000 ആയതായിരുന്നു കേട്ടാ. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. കൊള്ളം ദാണ്ട് 2 പ്രാവശ്യം കൊള്ളും. അത് രണ്ടും കൂടെ ചേർത്തെടുത്താൽ മതി. അപ്പോൾ SMV-ലെ പുലിയായിരുന്നു. SMV-ലെ പുലിയായിരുന്നു. ഞങ്ങളെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. സാറ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ കണ്ടവരാണ് അല്ലേ? കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ കണ്ടു. സാർ ഇല്ലായിരുന്നു. ബിന്ദു ടീച്ചർ ഇല്ലായിരുന്നു. എനിക്കൊരു ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇന്നലെ 6000 ആയതാണ്. 2 പേര് കുറഞ്ഞു. ഞാനൊക്കെ ചെയ്ത് അല്ലല്ല, എനിക്ക് ഇന്നലെ 6000 ആയത്. 2 പേര് കുറച്ചപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി. ആൾക്കാർ പിന്നെ നമ്മൾ ഈ ചാനൽ കണ്ടില്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ല, നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും നോക്കിയില്ലെങ്കിൽ അത് കുറഞ്ഞുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ ഉണ്ടായിരുന്നതാണ്. ഇത് പെൻഷൻ ആയിട്ടില്ല. ഇത് പെൻഷനായി. ഇവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ എനിക്കൊരു സഹായിയായിട്ട്. അപ്പം ലൂൺ ഫീഡിങ്ങിൻ്റെ അല്ലേ? ലൂൺ ഫീഡിങ്ങിൻ്റെ എന്നെ അറിയാമോ? അറിഞ്ഞൂടെ? സൈനാവതി കേട്ടിട്ടുണ്ടോ? സൈനാവതി ടീച്ചർ എന്ന് പറയുന്നത്. അതെ, ഷിജി സാറ് എന്നെ വന്ന് പരിചയപ്പെട്ട് അവിടെ സ്കൂളിൽ എന്തെങ്കിലും പറയുമ്പോൾ ടീച്ചറിൻ്റെ പേര് പറയാത്തൊരു ദിവസവും ഇല്ല. അങ്ങനെയാണ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എനിക്കറിഞ്ഞൂടാ. കല്യാണത്തിന് വെച്ച് നമ്മൾ കണ്ടത് ഇതാണ് പറയുന്നത്. ഇങ്ങനെ ടീച്ചറിൻ്റെ പേര് പറയാത്ത മിക്കവാറും ദിവസം അവിടെ ചുരുക്കമാണ്. ഗീത ടീച്ചർ ഇപ്പം എവിടെ? ഞാൻ പേർപ്പുട ഗേൾസ്.
ഔദ്യോഗികമായിട്ട് മീറ്റിങ്ങുകളൊന്നും ആയിട്ടില്ല. എല്ലാവരൊക്കെ ഇവിടെയൊക്കെ വന്നൊക്കെ ഇരിക്കുന്നല്ലോ കേട്ടോ. അവളുടെ ജോലിയായി അവിടെ ESI ഹോസ്പിറ്റൽ. ആരംഭിക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ പരിസരത്തൊക്കെ നമ്മുടെ അധ്യാപകർ നിൽപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശബ്ദം കേട്ട് എല്ലാവരും ഇങ്ങോട്ട് വരും എന്ന് ഞാൻ കരുതുന്നു. ഈ ഹാളിനുള്ളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ഒരു സംഗമത്തിന് സ്വാഗതം പറയും അതിനായി ടീച്ചർ ക്ഷണിക്കുകയാണ്. ഒന്ന് കമ്മീഷണറിനെ കൂടെ ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടറെ പറഞ്ഞ് തിരിച്ചു പോകാം. സാർ ഇരിക്കണോ? ഏറെ ബഹുമാനമുള്ള പൂർവ്വകാല അധ്യാപകരെ, നമ്മുടെ ഇപ്പോൾ പറഞ്ഞിട്ട് കൂടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ നമ്മുടെ സീനിയർ, ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഹമീദ് സാർ, സ്വാഗതം പറയുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഈ ഇരിക്കുന്നവരെ എല്ലാവരെയും അറിയാവുന്ന ഒരേ ഒരാൾ ഞാനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. എല്ലാവർക്കും ഞാൻ ഓരോരുത്തരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ എല്ലാവരും സംസാരിക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പേരും, കാരണം പരസ്പരം അറിഞ്ഞുകൂടാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരവരുടെ പേരും അവർ വർക്ക് ചെയ്ത കാലയളവും ആ ബുക്കിലുണ്ട്. അതുപോലെ എല്ലാവരും ഇപ്പോൾ ബുക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ. അതിവിടെ ഒന്ന് പറയുക. ഈ സ്നേഹക്കൂടിൻ്റെ ഒരു ആവശ്യകത എന്തായിരുന്നു എന്നും ഇപ്പോൾ ആ സ്നേഹക്കൂട് കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ഒരു സന്തോഷം എന്നുമുള്ള കാര്യം ഒന്ന് വ്യക്തമായിട്ട് എല്ലാവരും പറയണം. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പേരെ ഇപ്പം അതിനകത്ത് ആദ്യം ഇത് ഞാൻ ഇട്ടപ്പോൾ ഓരോരുത്തർ ഈ നമ്മുടെ ഗ്രൂപ്പിൽ വരും എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ഒരു 47 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് അതിൽ കുറച്ച് പേര് പല അത്യാവശ്യങ്ങൾ കൊണ്ട് മാറി അവരെ ഒഴിവാക്കിയിട്ട് ഞാനൊരു 37 പേരുടെ പേര് ഇതിൽ എഴുതി വെച്ച്. അതിലും ഇപ്പൊ വന്നിട്ടുള്ളത് എത്രയാണ് മഞ്ജു? 30 പേര് വന്നിട്ടുണ്ട്, 7 പേരില്ല. നമ്മൾ ഈ സ്നേഹക്കൂടിന്റെ ആദ്യം ഒരു മീറ്റിംഗ് ഇവിടെ കൂടിയായിരുന്നു. അതും ഇത്രയും അംഗങ്ങളില്ല. അതുകൊണ്ട് ഇത്രയും വണ്ടി കിട്ടാൻ താമസിച്ചു പോയി. അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംഭാഷണങ്ങൾ സൗഹൃദങ്ങളൊക്കെയാണ് നടന്നത്. ഇനിയും അത് തന്നെ, വേറെ ഔപചാരികതകളൊന്നുമില്ല. ഓരോരുത്തരും ഇവിടെ നിന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നതാണോ, അവരവരിയ്ക്കുന്ന സ്ഥലത്തെന്ന് പറയുന്നതാണോ, അത് ഓരോരുത്തർ അവനവന്റെ ഉചിതം പോലെ ചെയ്യുക. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് പലരും. അപ്പോൾ കഴിയുന്നവരെല്ലാവരും, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ഇവിടെ വന്നൊന്ന് പറയണം. അല്ലാത്തവർക്ക് മൈക്ക് ഇരിപ്പിടത്തിൽ തരാം. അപ്പോൾ സ്വാഗതം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും എടുത്തു പറയുന്നില്ല. ഹമീദ് സാറ് ഉദ്ഘാടകനായി എത്തിയത് കൊണ്ട് സാറിനെ, അതെ ഇപ്പോൾ സാറിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞതാണ്, സാറാണ് 2-3 പേരുടെ സീനിയർ സാറാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചർച്ച ചെയ്തപ്പോഴാണ് സാറാണ് ഇപ്പോൾ ഇതിലുള്ളതിൽ സീനിയർ എന്ന് മനസ്സിലായത്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള സാർ, ഈ സ്കൂളിലെ സീനിയർ അധ്യാപകനുമായിരുന്നു. സീനിയർ ആയിട്ടുള്ള സാറിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇന്നിവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരെയും വളരെ സ്നേഹത്തോടു കൂടി, വേറെ പ്രത്യേകിച്ച് ഓരോരുത്തരെ കുറിച്ച് എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് ബാബയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാണ് ഞാനും വരും എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും, നിങ്ങളുടെയൊക്കെ മുഖത്ത് ചിരി കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഇതൊന്ന് തുടങ്ങി വെച്ചത് കൊണ്ടാണല്ലോ ഈ ചിരി കാണാൻ പറ്റിയതെന്നൊരു സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ നമ്മുടെ ഈ സുഹൃത്ത് സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ഔപചാരികമായ ഉദ്ഘാടനത്തിന് മാത്രമായി ഹമീദ് വയ്ക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ കാര്യം പറഞ്ഞു.
ഇരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു ചാൻസ് കിട്ടി. 45 പേരെ ഈ പറഞ്ഞിരുന്നു. അപ്പം 45-ൽ 38 പോയിട്ട് 7 എണ്ണം കൂടെ എനിക്ക് കിട്ടും. ആ സമയം കൂടെ അധികമായിട്ട് എനിക്കുണ്ടാകും. അല്ല, മറ്റൊന്ന്, എപ്പോൾ നിർത്തണം? ഇപ്പോൾ മണിയത്തരായി 11. ഭക്ഷണമായിരിക്കും ഏറ്റവും പ്രധാന പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞത് പ്രശ്നം എന്ന് പറഞ്ഞത് കൃത്യമായി ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ പ്രശ്നമുള്ളവരുണ്ട്. ഇപ്പം ഷൈല പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ ഞാനാണ്. അത് നിങ്ങൾക്കറിയോ? അപ്പോൾ അത് പറയാതിരുന്നാലോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയുമോ? കേരളത്തിൽ ആദ്യമായി 2002-ൽ ഞാൻ SMBയിൽ പ്രിൻസിപ്പലായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ PTA-കാരും എല്ലാം കൂടി ആലോചിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ഗുരു സംഗമം എന്നുള്ള രീതിയിൽ ഒരെണ്ണം തുടങ്ങിയാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് എങ്ങനെയാണെന്നറിയാൻ തുടങ്ങിയത്. അന്ന് ജീവിച്ചിരിപ്പുള്ള SMBയിലെ ഏത് കാലമായിരുന്നാലും ആ കാലഘട്ടം മുതൽ ഉള്ള ആളുകൾ അവരെവിടെയായിരുന്നാലും അവരെ അവിടെ പോയി വിളിച്ച് നേരിട്ട്, അത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളത് എനിക്ക് എത്ര അഭിമാനമാണെന്ന്. ഏകദേശം 92 ആളുകളുടെ വീടുകളിൽ പാറശാല മുതൽ ഏകദേശം കോട്ടയം വരെ പോയി അവരെ നേരിട്ട് ക്ഷണിച്ച് അതിൽ 72 ആളുകൾ, 92 ആളുകളെ ക്ഷണിച്ചതിൽ എഴുന്നേറ്റ് വരാൻ കഴിയുന്ന 72 ആളുകൾ എന്ന് പറയുമ്പോൾ SMBയിലെ സ്റ്റുഡൻറ്റും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ വിദ്യാർത്ഥിയുമായ കൃഷ്ണൻ നായർ MBBS, അദ്ദേഹത്തെ ഉൾപ്പെടെ അവിടെ കൊണ്ടുവരാൻ MB അപ്പനെ 4 ആളുകളുടെ സഹായത്താൽ അവിടെ കൊണ്ടുവരുമ്പോൾ ഒറ്റ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റിന് ഇടയ്ക്ക് ബാത്റൂമിൽ പോകണം. അതാര് ചെയ്യും? നമ്മുടെ അവിടെ നിന്നും 2 പേര് അദ്ദേഹം 10 മിനിറ്റ് ആകുമ്പോൾ അടുത്ത ആൾ എഴുന്നേക്കും. അത് ഉൾപ്പെടെ അല്ലാതെ ഓരോ മാസവും ഓരോ അധ്യാപകൻ്റെ വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉൾപ്പെടെ ജൂൺ മാസം 12-ാം തീയതി അടുത്ത പരിപാടിയും തിരുവനന്തപുരത്തുള്ള ഒരു അധ്യാപകൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുന്നില്ല. ക്ഷണിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇതിൽ ആക്റ്റീവായി നിൽക്കുന്ന 40ഓളം ആളുകളാണുള്ളത്. 72 പേരുണ്ടെങ്കിലും 40ഓളം ആളുകൾ സ്ഥിരമായ അംഗങ്ങളാണ്. ഈ 40 ആളുകളുടെ വീട്ടിലാണ് ഇങ്ങനെ മാറി ഈ പരിപാടി നടത്തുന്നത്. ഇപ്പം ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു 5 വർഷത്തിന് മുമ്പ് അധ്യാപകൻ മാത്രമല്ല, അധ്യാപകൻ്റെ ഭാര്യ മാത്രമല്ല, കുടുംബസഹിതം അതിൽ പങ്കെടുക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അത് ആയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ എന്താണെന്ന് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് എവിടെയാണോ നടക്കുന്നത് ആ അധ്യാപകൻ്റെ അയൽവക്കത്തുള്ള ആളുകളെ ഉൾപ്പെടെ വിളിച്ച് ഏകദേശം ഒരു 100-120ഓളം ആളുകളുടെ ഒരു പരിപാടിയാണ് ഈ SMB സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെ ഗുരു എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ടിൻ്റെ കീഴിൽ ഇപ്പം നടന്നു വരുന്നത്. ഇത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ഇവിടെയും വേണമെങ്കിൽ അതുപോലെ നമുക്ക് വിപുലപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. ഇനി അങ്ങനെ പറയുമ്പോൾ കുറേ അധികം ആളുകൾ, എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ കുറേ പേര് ഇനിയും ഇതിൽ പങ്കെടുക്കാനുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞത്, സംഘാടക എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത്, ബോയ്സ് എന്നാണ് ഇതിനെ, ബോയ്സിൻ്റെ കൂട്ടായ്മ എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോയ്സ് ആയത് എനിക്ക് തോന്നുന്നു 83-ലാണ് അല്ലേ? 85. 85-ന് മുമ്പുള്ള ആളുകൾ അപ്പോൾ ഇതിൽ വരില്ല. 83-ന് ശേഷമാണ്. എന്തെന്ന് പറഞ്ഞാൽ 83-ൽ കുറേ 83, 84
83 അതെനിക്ക് ഓർമ്മയുണ്ട്. സംഗതി എന്തെന്ന് പറഞ്ഞാൽ ഈ ബൈഫർക്കേഷന് വേണ്ടി ഞാൻ എന്ത് പാടുപെട്ടിട്ടുണ്ടെന്നുള്ളത് അതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ അധ്യാപകരെ ബൈഫർക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന് അന്നത്തെ DD ആയിരുന്ന രാജൻ എന്നോട്, ഞാനും മുരളി സാറും കോഴിക്കോട് കൃഷ്ണൻ നേരം, ഞങ്ങൾ 3 പേര്, പിന്നെ ഒരു സഖാവെന്ന് പറയുന്ന അന്നത്തെ ഇവിടുത്തെ PTA പ്രസിഡന്റ്, ഞങ്ങൾ 4 പേരാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അന്ന് അങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞത്, എല്ലാം നിങ്ങൾ ശരിയാക്കി. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എഴുതി വെച്ച ചില പിള്ളേരെ എഴുതി വയ്ക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ, അത് ഞാനാണ് മാച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ എന്ന് പറഞ്ഞാൽ അതങ്ങനെ അവിടെ ഇരുന്നു. അപ്പം അത്ര ഇതുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എന്ന് പറയുക. അതുമുതൽ കുറേ കാലം ഇങ്ങനെയായി. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കിട്ടേണ്ടുന്ന എല്ലാ നേട്ടങ്ങളും ഞാൻ നേടിക്കൊണ്ടാണ് പുറത്തു പോകുന്നത്. നേടി എന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമായി ഇന്ന് കേരളം അനുഭവിക്കുന്ന IT എന്ന് പറയുന്ന ആ രംഗത്ത്, അന്ന് ബാംഗ്ലൂർ പട്ടണമാണ് IT-യുടെ അതേപോലെ കർണാടകമാണ് IT-യുടെ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എങ്കിൽ, ഏകദേശം 2010 ആകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ IT-യിൽ ഏറ്റവും ഉയർന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വളർത്തിയെടുക്കാൻ, അത് സ്കൂളിൽ ആദ്യമായി ഇൻട്രഡ്യൂസ് ചെയ്യാൻ, സ്കൂളിൽ IT പരീക്ഷ നടത്തുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് സാറന്മാർ, അന്നത്തെ ആളുകളുണ്ടെങ്കിൽ ആലോചിച്ചിരിക്കും, ഇതെങ്ങനെ നടത്തും. എന്നോട് പലരും ചോദിച്ചു, ഇതെങ്ങനെ സാറേ IT പരീക്ഷ സ്കൂളിൽ നടത്തുന്നത്, എത്ര ദിവസം കൊണ്ട് നടത്തും, എത്ര കമ്പ്യൂട്ടർ കൊണ്ട് നടത്തും, ആര് കമ്പ്യൂട്ടർ വാങ്ങും? ഇതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ 10ന് മുമ്പ് കഴിയുകയും പരീക്ഷ 2006 മുതൽ നടത്താൻ കഴിയുകയും ചെയ്തു എന്നുള്ളതും, അതിൻ്റെ ഒരാള് എന്നുള്ള നിലയ്ക്ക് ബിജു പ്രഭാകർ, അന്ന് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരിക്കുന്ന ആള്, എന്നോട് വന്ന്, സാറേ SMBയിൽ ഞാൻ ആയതുകൊണ്ടാണ്, ഇവിടെ ആയിരുന്നു എങ്കിൽ എന്നെ ആരും വിളിക്കാൻ വരില്ലായിരുന്നു, ഞാൻ SMBയിലായിരുന്നത് കൊണ്ടാണ് എന്നെ വിളിക്കാൻ വന്നത്, ഇവിടെ വരാത്തത് കൊണ്ട് ഇപ്പോഴും വിരോധമുള്ള ചില രക്ഷിതാക്കൾ എന്നോട്, ഇപ്പോഴും ആ രക്ഷിതാക്കളുണ്ട്, ഞാൻ ഇവിടെ വന്നില്ല, ഞാൻ അവിടെ നന്നാക്കാൻ പോയി എന്ന് പറയുന്ന ആളുകൾ. ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ആരും അംഗീകരിക്കില്ല, ഇവിടെ ഞാൻ വന്നിരുന്നെങ്കിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയക്കാരനായി മാത്രമായിരിക്കും കാണുക, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് മാത്രമായിരിക്കും കാണുക. അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മുടെ ശ്രീകുമാരി ടീച്ചർ ഇവിടെ HM-ആയി വരുമ്പോൾ ഞാൻ സീനിയർ അസിസ്റ്റൻ്റാണ്. അതിൻ്റെ പിറ്റേ വർഷം ഞാനും പോകുന്നു. എങ്കിലും അവർ ഇവിടെ വരുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമീ സാറിനെ കുറിച്ച് ഞാൻ പല തെറ്റിദ്ധാരണകളും എന്നിലുണ്ടായിരുന്നു. സാറിനെ എവിടെ നോക്കിയാലും കക്ഷത്ത് ബുക്കും വെച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ കയറി നടക്കും. സാറ് എന്നെയും വന്ന് നെടുവേലിയിൽ ശല്യപ്പെടുത്തിയിട്ടുണ്ട്, എനിക്കറിയാം. സാറ് അങ്ങനെയുള്ള ഒരാളാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാറിൻ്റെ ജോലി ചെയ്തിട്ടാണ് ഇതിന് ചെയ്യുന്നത് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. എൻ്റെ തെറ്റിദ്ധാരണ മാറിയെന്ന് അവരിപ്പം മരിച്ചുപോയെങ്കിലും അവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പിറ്റേ വർഷം ഞാൻ പ്രൊമോഷനായി പോയി 3ാമത്തെ വർഷം SMBയിൽ ഞാൻ വരുമ്പോൾ SMBയിൽ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ കൺവീനർ ഞാനായി മാറുകയും SMBയിൽ യോഗം വിളിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർമാരെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവരെന്നോട് പറഞ്ഞു, സാറ് ഇവിടെ SMBയിലെ വെച്ചമെന്നുള്ള ഞാൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. PTA പ്രസിഡന്റിനെയൊക്കെ ഞാൻ ക്ഷണിച്ചിരുന്നതാണ്, അവരൊക്കെ വരാം എന്നും പറഞ്ഞിരുന്നതാണ്. അല്ല, ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇപ്പം ഏതോ സ്കൂളിലെ കുട്ടികളുടെ വീടുകളിൽ പോകണമെന്ന് പറഞ്ഞ് ടീച്ചർ പോയി, ആരെയൊക്കെ കൂട്ടിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ പരമാവധി ആൾക്കാരെയൊക്കെ നമ്മൾ ഒക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ, ഞാൻ 96-ലാണല്ലോ ഈ സ്കൂളിൽ വരുന്നത്. അതിന് ശേഷം ഉള്ളവരുടെ കുറച്ച് പേരുടെ, അന്നൊന്നും ആർക്കും ഫോണില്ലാത്തത് കൊണ്ട് ഫോൺ നമ്പരും അറിഞ്ഞുകൂടാ. പിന്നെ അറിയാവുന്ന കുറേ പേരെയൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ 2020 റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ പെൻഷൻ ഒരു റിട്ടയർമെൻറ്റ് പാർട്ടിക്ക് കുറച്ച് പേരെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് അന്ന് വന്നപ്പോൾ ഈ പത്മിനി ടീച്ചറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ എല്ലാവരെയും നമ്പറൊക്കെ കയ്യിലുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൂടുന്നതിനുള്ള ഒരു
സാഹചര്യം നോക്കണേന്ന്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡായി. അത് കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീടാണ് ഇങ്ങനെ ഒന്ന് വേണമെന്നൊരു ദിവസം തോന്നലുണ്ടായതും ചെയ്തതും. കയ്യിലുള്ള നമ്പറുകൾ അന്ന് ആഡ് ചെയ്ത് പിന്നെ ഞാനിവിടെ പലരിടത്തും പറഞ്ഞ് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള നമ്പറുകൾ ഒന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞ് അയച്ചു തന്ന നമ്പറിൽ വാട്സപ്പ് ഉള്ളവരെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റി. വാട്സപ്പ് ഉണ്ടെങ്കിലും ചില നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. അതൊക്കെ ഇതിൽ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് ലിങ്ക് അയച്ചതിൽ ചേർന്ന കുറേ പേരൊക്കെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇനി ആരെങ്കിലും ഒക്കെ നമുക്കിതുപോലെ ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ ഒത്തിരി പഴയ ആൾക്കാരെ അവരെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 96-ന് ശേഷമുള്ളവരെയാണ് എനിക്കറിയാവുന്നത്. അങ്ങനെ കുറേ അധികം പേരെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ വരികയും ചെയ്ത് ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മൈക്ക് കിട്ടുന്നവർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഓരോരുത്തർക്കായിട്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിന്നുകൊണ്ട് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇസാഖ് സാറിൻ്റെയും കൊടുക്കുകയാണ്. ആദ്യം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സ്നേഹക്കൂട്ടിൽ എല്ലാവർക്കും എന്നെ പരിചയമുണ്ടോയെന്നറിയില്ല. ഞാൻ 2007-2008 ഒരു വർഷം മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്തത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ വന്ന് ആദ്യം കുറ്റിച്ചിൽ സ്കൂളിലായിരുന്നു, അവിടെ നിന്ന് പൂവത്തൂർ സ്കൂളിൽ വന്നു. അടുത്ത വർഷമാണ് ഇവിടെ എത്തിയത്. ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉണ്ടായിരുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഇപ്പോൾ ഇവിടെ എന്നെ പരിചയമുള്ളവർ ഉള്ളൂ. എങ്കിലും ഇങ്ങനെയൊരു സ്നേഹക്കൂട് ഉണ്ടാക്കിയപ്പോൾ അതിൽ ശൈല ടീച്ചർ എന്നെ ഉൾപ്പെടുത്തുകയും അന്ന് മുതൽ തന്നെ അതിൽ ഞാൻ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ആയപ്പോൾ അതിലും കൂടുതലായി. ഇതിനിടയ്ക്ക് ഈ സ്നേഹക്കൂടിൻ്റെ ഭാഗമായി ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. അതിലും ഏതാണ്ട് കുറേ അധികം ആളുകൾ ഫാമിലിയായി അല്ലാതെയും ഒക്കെ പങ്കെടുത്തു. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. എല്ലാവർക്കും പ്രായത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിവെച്ചുകൊണ്ട് ആ യാത്രയിൽ വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ഇനിയും നമ്മുടെ ഈ സ്നേഹക്കൂട് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി കൂടിച്ചേരലുകളും യാത്രകളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്താൽ നമുക്കൊക്കെ അതൊരു സന്തോഷമായിരുന്നു. എന്നും ജീവിതത്തിലെ തിരക്കുകളും രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെയായി കഴിഞ്ഞുകൂടുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാനും അത് ആസ്വാദികരമാക്കാനും ഒക്കെ എല്ലാവർക്കും മനസ്സുണ്ടാവണം. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ സ്നേഹക്കൂട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം നമുക്ക് പറ്റുന്ന ചില സഹായം നമ്മുടെ ഈ സ്കൂളിലും അതുപോലെ നമ്മളുമായി അടുത്ത് പരിചയമുള്ള വ്യക്തികളോ സംഘടനകളോ ഒക്കെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കൂടി എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോൾ വെറുതെ കൂട്ടായ്മയിൽ അതുപോലെ നമുക്കും എന്തെങ്കിലും ഒരു സഹായം ഈ സ്കൂളിന് ആവശ്യമായ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് നൽകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭ്യർത്ഥനയും. തുടർന്നുള്ള എല്ലാവരും അത് ആലോചിച്ചിട്ട് അതിന് വേണ്ടുന്ന ഒരു തീരുമാനം എടുത്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടാനും എല്ലാവരെയും കാണാനും സന്തോഷത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് അറിയാവുന്നതിനേക്കാളും അറിയാത്തവരാണ് കൂടുതൽ. വളരെ വിരളിലുണ്ടാവുന്നവർ മാത്രമേ എനിക്കറിയാവുന്നുള്ളൂ. കുടിച്ചേരൽ നല്ലതാണ്. ഹമീദ് സാർ നേരത്തെ കുടുംബസംഗമത്തിനൊക്കെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അത് എതിർപ്പ്. 10-60 പേര് നമ്മുടെ വീട്ടിൽ വരിക, അവരെ നമ്മൾ സൽക്കരിക്കുക, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. എന്നെപ്പോലുള്ളതൊക്കെ. പിന്നെ വെജിറ്റേറിയൻ, ഞാൻ പ്യുവർ വെജിറ്റേറിയനും. അതിൽ വരുന്നതിന് മെജോറിറ്റി നോണുമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും അവിടെ നിന്ന് മാറിയിരിക്കുന്നത്. ഈ ഒരു സംഘത്തിൽ 12 വർഷം ഉണ്ടായിരുന്നു.
ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ മാറിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഇഷ്ടം തോന്നുന്നത് മോഡൽ സ്കൂളിനോട്. വേറൊന്നും കൊണ്ടല്ല, അവിടെ വർഷത്തിൽ 2 പ്രാവശ്യം കൂടും. അത് അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ കൂടും. നമ്മുടെ കളിയും ചിരിയും എല്ലാമായിട്ട് കൂടുന്നു. ഉച്ചയ്ക്കുള്ള സദ്യയോടുകൂടി പിരിയും. പിന്നെ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും സ്റ്റാഫിനോ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരികയാണെങ്കിൽ അവരെ സഹായിക്കുക, സ്കൂളിനെ സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. SMBയിൽ സഹായിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഈ ഒരു പ്രോബ്ലമേ ഉള്ളൂ. 10-60 പേര് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുക, അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും അവിടെ ചോദിച്ച സാറിന് അറിയാമായിരിക്കും ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ഇത് നല്ലതാണ്. നമുക്കിവിടെ തന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം കൂടുക, ഇവിടെ തന്നെ കൂടുക. വേറൊരു കാര്യം ശൈലട്ടിച്ചോണ്ട് പറയാണ്, ഞാൻ ഇപ്പം തന്നെ വിറച്ചു തുടങ്ങി. ആ ഷുഗർ ഉള്ളത് കൊണ്ട് ആദ്യം വേണ്ടിയിരുന്നത് അതായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു 10:30-എങ്കിലും അത് കിട്ടിയിരിക്കണം. ഞാനിപ്പോൾ അതിനു മുന്നേ ഒരു മിഠായി എടുത്ത് വായിലിട്ടത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വീഴും. ആ ഒരു കാര്യം സാർ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഒരു കാര്യം കൃത്യമായിട്ട് നടത്തുന്നത് നമ്മുടെ പെൻഷനേഴ്സിന്റെ യൂണിയനിലാണ്. കറക്റ്റ് 9 മണി പറഞ്ഞാൽ 9 മണിക്ക് അവിടെ മീറ്റിംഗ് തുടങ്ങും, ചായ കൊടുക്കുന്നു. ഊണിന് കറക്റ്റ് 1 മണി എന്ന് വെച്ചാൽ 1 മണിക്ക് ഊണ് കൊടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം യൂണിയൻ. ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളോടെല്ലാം വളരെ വളരെ സന്തോഷം, സ്നേഹത്തോടു കൂടി തന്നെയാണ് ടീച്ചറിനോട് ഈ അഭ്യർത്ഥന നടത്തുന്നത്. ഈ സ്കൂളിൽ നമ്മൾ വർക്കിംഗ് ഡേ നടത്തിയ എന്തിനാണ്? ഇവിടെ വർക്ക് ചെയ്യുന്നവർ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പൊ അതിലുള്ളതിൽ 5 മാത്രമേ ഉള്ളെന്ന് വന്നു. ബാക്കിയാ ആണ്. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ച നടത്തുമായിരുന്നു. ടീച്ചർ പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് നടത്തിയായിരുന്നത്. അപ്പോൾ ഇനി എന്തായിരുന്നാലും ഒരു വിപുലമായ ഒരു കൂടിച്ചേരലാകട്ടെ അടുത്തത്. അതിനേക്കായി എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ഉണ്ടായിരുന്നവരാണ്. ഈ ആദ്യത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു. സാറ് പറഞ്ഞതിനോടാണ് എനിക്ക് താല്പര്യം. നമ്മളിവിടെ മീറ്റിംഗ് കൂടിയൊക്കെ കഴിയുമ്പോൾ 2ാമത്തെ മീറ്റിംഗാണ്. അപ്പം നമുക്ക് ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും നമ്മുടെ വകയായിട്ടൊരു കാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് പറയും. ചായക്കടി അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇതിലിരിക്കുന്നത് കുറെ അധികം പേര് എനിക്കറിയാം, എന്നെയും അറിയാം. കുറച്ച് പേർക്ക് എന്നെ അറിയാം. എൻ്റെ പേര് ബാബകുമാറെന്നാണ്. ഞാൻ 1997 ആദ്യമായിട്ട് ക്ലറിക്കൽ സർവീസിൽ കയറുന്നത് ഈ സ്കൂളിലാണ്. 2004 ചാല ബോയ്സിലോട്ട് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. അവിടെ വെച്ചാണ് വിരാജ് ടീച്ചറിനെ കാണുന്നത്, പരിചയപ്പെടുന്നത്. ഇപ്പോൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഉടനെ ഇട്ടോടി പോകാതെ 2-3 വർഷം ഇരിക്കുന്നതൊരു ശീലമാണ്. അവിടെയുള്ള ആളുകളുമായി ഇടപഴകി ഒക്കെ അങ്ങ് കഴിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ ഇവിടെ വന്നപ്പോൾ ഗോപി സാറ് ആണ് നമ്മുടെ ഒരു ആദ്യമായി പരിചയപ്പെട്ട. ആനന്ദ സാറ്, എല്ലാവരും ഗോപുമാരുള്ള, പിന്നെ നമ്മളെ എല്ലാ സാറുമാരുണ്ട്. അപ്പോൾ നമ്മളുമായിട്ട് നന്നായിട്ട് ഇടപഴകുകയും ഇവിടെയുള്ള ഈ പ്രാദേശികമായി പോലുമുള്ള പ്രധാന കാര്യങ്ങളിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും ഞാനൊക്കെ പോവുകയും അന്ന് കല്യാണം കഴിയാത്ത സമയം അങ്ങനെ പോകും. ഇപ്പം കല്യാണം കഴിഞ്ഞെങ്കിലും അതിനും പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ ഒരാളിനെ പോലെ തന്നെ ഈ 4 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ചാല സ്കൂളിലേക്ക് പോയത്. പിന്നീട് ഓഫീസുകളിലൊക്കെ പോയി. ഞാൻ 2023 പരീക്ഷാ ഭവനിൽ നിന്ന് സേവനം അവസാനിച്ചു. പിന്നെ ഇങ്ങനെ കാണാനും നമ്മൾ കുറേ കാലം ഒരുപാട് കാലം കാണാതിരുന്ന മുഖങ്ങളെ കാണുക, അവരൊക്കെ എങ്ങനെയാണ്, ഏത് തരത്തിലാണെന്നൊക്കെ അറിയുക, അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അനുഭവമായിട്ട് കരുതുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, അതിൻ്റെ പങ്കാളിയാകാറുണ്ട്. ഇത് ആരംഭിച്ച സമയത്ത് തന്നെ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ശൈല ടീച്ചർ വിളിച്ച് പറഞ്ഞിരുന്നു. പല സന്ദർഭങ്ങളിലും കൂട്ടായ്മയ്ക്ക് വരണമെന്നും ടൂറിന് വരണമെന്നും പറഞ്ഞ പല കാര്യങ്ങളിങ്ങനെ നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ചതുള്ളപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ വരാമെന്നുള്ളതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പേരൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞിരുന്നുമില്ല. ഇപ്പോൾ എന്തായിരുന്നാലും വരാമെന്ന് കരുതി. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെയൊക്കെ ഇടപഴകാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് കഴിയുന്ന സന്തോഷങ്ങൾ പങ്കിടുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത്തരമൊരു കൂട്ടായ്മയായി
ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സംഗമത്തിൻ്റെ അധ്യക്ഷൻ ആയിരുന്ന സാറപ്പ മാറിയിരിക്കുകയാണ്. ഹമീദ് സാർ, സംഘാടക ഷൈല ടീച്ചർ, ടീമുള്ള അധ്യാപികമാരെ, സുഹൃത്തുക്കളെ, അതിയായ സന്തോഷവും ഇപ്പം അത്ഭുതവും ഒന്നും. പലരും ഇതുപോലെ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ പേരിലോ അധ്യാപക സൗഹൃദത്തിൻ്റെ പേരിലോ സംഘടിപ്പിക്കുമ്പോൾ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വഴി കാണുമ്പോൾ നമ്മുടെ കാര്യത്തിലും അതാകാം എന്നറിഞ്ഞതിൽ സന്തോഷവും ഇവിടെ വന്ന് കണ്ടപ്പോൾ അത്ഭുതവും തോന്നുകയാണ്. കാരണം ഇത്ര ആളുകളെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കുറേ ആടുകളെ കൊണ്ടുപോകുന്ന ഒരു ഇടയൻ ഒരാടിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ രണ്ടാട് അങ്ങോട്ട് പിടിക്കും, രണ്ടാടിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ മൂന്നാട് അങ്ങോട്ട് പിടിക്കും. ഇതാണ് ഈ സംഘാടനം. അതിൽ ഷൈല ടീച്ചറും ആളുകളും സൈനാവതി ടീച്ചറും ഒക്കെ ഏതാണ്ട് വിജയിച്ചു എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 2 മിനിറ്റ് നീണ്ടു പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഈ പഴയതാണെങ്കിലും കുറേ പുതിയ മുഖങ്ങളെ കാണാനും പണ്ടൊന്നോ കണ്ട് മറന്നുപോയ കുറേ മുഖങ്ങളെ ഒരിക്കൽ കൂടി കണ്ടിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് സിനിമ സ്റ്റൈലിൽ ചോദിക്കാനും ഒക്കെ അവസരം കിട്ടിയതിന് ഇനി സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ എത്ര പരിഭാവനമായ മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതിൻ്റെ വില മനസ്സിലാക്കാൻ ഒരു റിട്ടയർമെൻറ്റ് തന്നെ വേണ്ടി വന്നു. 2001 മുതൽ 2013 വരെ നെടുങ്കൈത സ്കൂളിലെ ഹെഡ് മാസ്റ്ററും സീനിയറും തൂപ്പുകാരനും അരി വാങ്ങിക്കൊണ്ടിരുന്ന ആളും കുളിമുറി വൃത്തിയാക്കുന്ന ആളും പാചകക്കാർ എല്ലാം ഞാനായിരുന്നു. രക്ഷകർത്താക്കളിൽ നിന്ന് അർഹമായ പരിഗണനയും കിട്ടി. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ ബാധിച്ചാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല. കാരണം നമ്മുടെ പൊതുജന മധ്യത്തിൽ നിൽക്കുമ്പോൾ ഒരു യുവാവ് ഭാര്യയും 2 മക്കളുമായി വന്നിട്ട് ഭാര്യയോട് ഇതെൻ്റെ സാറാണ്, 10ാം ക്ലാസ്സിൽ എന്നെ കണക്ക് പഠിപ്പിച്ച സാറാണ് എന്ന് മക്കളോടും ഭാര്യയോടും പരിചയപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ടല്ലോ, ആ നിർവൃതി ലോകത്ത് എന്തിനേക്കാളും വില കൂടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പം കരം തീർത്തുന്ന ഈ സാറാണെന്ന് ആരും പരിചയപ്പെടുത്തില്ല. കളക്ടറേറ്റിൽ ചെന്ന് പോക്കോരവിന് ചെല്ലുമ്പോൾ ഈ സാറാണ് പോക്കോരവ് മാറിക്കൊടുത്തതെന്ന് അവരാരും പരിചയപ്പെടുത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 400 രൂപ കൊടുക്കേണ്ട കരം തീർത്തത് ഈ പാവി എനിക്ക് 100 രൂപ തിരിച്ചു തന്നില്ല എന്ന് മനസ്സിൽ കാണും. 2000 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് പോക്കോരവ് മാറിക്കൊടുത്തതെന്ന് മനസ്സിൽ കാണും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ഭവ്യതയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടി നമ്മുടെ മുന്നിൽ വന്ന് നിറഞ്ഞ മനസ്സോടെ സാറേ എന്ന് വിളിക്കുന്നത് എന്തെല്ലാം മോഹത്തോടു കൂടി രക്ഷകർത്താവ് ആ കുട്ടിയെ കൊണ്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഈ കുട്ടി എന്തെല്ലാം ആകുമെന്ന രക്ഷകർത്താവ് പ്രതീക്ഷിച്ചപ്പോൾ ആ കുട്ടി അതുവരെ എന്തെല്ലോ ആയതിൻ്റെ പിന്നിൽ നമ്മളുണ്ട്. അതുകൊണ്ടാണ് സാറേ എന്നുള്ള ഉറച്ച മനസ്സോടെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്തെല്ലാമോ ആയി തീർക്കാൻ നാം ശ്രമിച്ചതിൻ്റെ പേര്. ഞാൻ വളരെ നീട്ടുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. പണ്ടൊരു വലിയ വിദ്യാലയത്തിലെ ഒരു പിയൂണിൻ്റെ കഥയുണ്ട്. ഒരു വലിയ വിദ്യാലയം, ആ പിയൂൺ എന്നും വരുമ്പോൾ നമ്മളൊക്കെ കേട്ട് പഴകിച്ച കഥയാണ്.
തൻ്റെ ബാഗും കുടയും എല്ലാം കൂടി പടിക്കെട്ടിൻ്റെ താഴെ വെച്ചിട്ട് മടുത്ത് തഴച്ചിട്ട് ഭവ്യതയോടുകൂടി ആ വിദ്യാലയത്തിൻ്റെ പടിക്കെട്ട് തൊട്ട് നമസ്കരിച്ചിട്ടാണ് സ്കൂളിലേക്ക് കയറി പോകുന്നത്. അയാൾ സ്കൂളിൽ കയറി അയാളെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചിറങ്ങുമ്പോഴും അയാൾ പഴയ പോലെ എല്ലാം താഴെ വെച്ചിട്ട് ആ സ്കൂളിലോട്ട് തിരിഞ്ഞു നിന്ന് പടിക്കെട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ടാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്. ഇത് പല ദിവസമായപ്പോൾ, പല പ്രാവശ്യമായപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, തനിക്കെന്താ സുഖമില്ലേ? കാക്കയും പട്ടിയും പൂച്ചയും നടന്നു കയറുന്ന ഈ പടിക്കെട്ടിൽ, ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചെരുപ്പിട്ട് നടക്കുന്ന ഈ അഴുക്ക് പിടിച്ച ഈ പടിക്കെട്ടിൽ താങ്കൾ നമസ്കരിക്കുന്നത് ഇത് വല്ല ക്ഷേത്രമോ പള്ളിയോ എന്താണ്? സുഖമില്ല. ഒരു നേരത്തെ മൗനത്തിന് ശേഷം ആ പിയൂൺ പറഞ്ഞത് ആയിരിക്കാം, ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചവിട്ടി കയറുന്ന പടിക്കെട്ടായിരിക്കാം, പട്ടിയും പൂച്ചയും ചവിട്ടുന്ന പടിക്കെട്ടായിരിക്കാം. പക്ഷെ അതെനിക്ക് ദൈവാലയ തുല്യമാണ്. വികലാംഗയായ എൻ്റെ ഭാര്യയ്ക്ക് അന്നം വാങ്ങാൻ, പറക്കാൻ പറ്റാത്ത എൻ്റെ മക്കൾക്ക് ആഹാരം കണ്ടെത്താൻ സഹായിക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് എൻ്റെ ചുമലിൽ മാത്രമായ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് കിടപ്പിലായ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങാൻ എന്നെ സഹായിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം എൻ്റെ ജീവിതഗന്ധിയായ ഒരു ഇടമാണ്. കുറേ കരിങ്കല്ലുകളും കുറേ ഇഷ്ടികകളും കുറേ ഓടും കൊണ്ട് അടുക്കി വെച്ച ഒരു കെട്ടിടമല്ല. എനിക്കത് ദൈവ തുല്യമാണ്. അങ്ങനെയുള്ള ഒരു ഇടത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കണമെന്ന് എനിക്കുണ്ട്. അതിന് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ പടിക്കെട്ടിൽ നമസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ ആ അധ്യാപകനെ, ഹെഡ് മാസ്റ്ററെ പഠിപ്പിച്ച ആ പിയൂണ് യഥാർത്ഥത്തിൽ ഒരു മഹത്തായ സേവനത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ ഒരു സാറിൻ്റെ മുന്നിൽ വന്നിട്ട്, നീണ്ടുപോകുന്നതിന് ക്ഷമിക്കണം സാറേ, എന്നെ അറിയുമോ? സാറ് പറഞ്ഞില്ല. സാറെന്നെ സൂക്ഷിച്ചു നോക്ക്. ഇല്ല, ഞാൻ അറിയില്ല. ഞാൻ ഇന്ന സ്കൂളിൽ 4ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഓ, സാറും അവിടെ ഉണ്ടായിരുന്നു. ഓ, സാറെന്നെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. എന്നിട്ട് സാറെന്നെ ഓർമ്മ വരുന്നില്ലേ? ഇല്ല. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞാൽ സാറിന് ചിലപ്പോൾ എന്നെ ഓർമ്മ വരും. എന്താണ് പറയൂ? അന്നൊരു ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരത്ത് സാറ് സ്കൂൾ വിടുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ കാണാതെ പോയില്ലേ? പോയി. ആ സാറിന് ഓർമ്മ വരുന്നോ? ഓർമ്മ വരുന്നു. എപ്പോ സാർ എന്നെ ഓർമ്മ വരുന്ന? ഇല്ലടാ. സാറ് എല്ലാവരുടെ പോക്കറ്റിലും തപ്പിയല്ലോ. അതെ. ഇപ്പൊ ഓർമ്മ വരുന്ന? ഇല്ല. സാറേ, എൻ്റെ പോക്കറ്റിൽ നിന്നാണ് ആ പൈസ കിട്ടിയത്. സാർ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് ആ പൈസ എടുത്ത് അടുത്ത കുട്ടിക്ക് കൊടുത്തത്. അത് സാറേ, സാർ അത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇല്ലടാ. പൈസ എടുത്ത കുട്ടിയുടെ മുഖം മറ്റുള്ള കുട്ടികൾ കാണാതിരിക്കാൻ, വളർന്നു വരുമ്പോൾ ഇവൻ കള്ളനാണെന്ന് മറ്റു കുട്ടികളുടെ മനസ്സിൽ തെളിയാതിരിക്കാൻ, എല്ലാ കുട്ടികളെയും കണ്ണടച്ചു പിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാറേ. അക്കൂട്ടത്തിൽ ഞാനും കണ്ണടച്ച് പിരിച്ചിരുന്നതാണ്. നീ ബാലചാവല്യത്തിൻ്റെ തള്ളലിൽ നീ കാണിക്കുന്ന ഒരു ചെറിയ കുസൃതി വളർന്നു എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, നീ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനല്ലേ, എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നീ മോഷ്ടാവാണ് എന്ന് എൻ്റെ മനസ്സിൽ തെളിയാതിരിക്കാൻ ഞാനും കണ്ണടച്ച് പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ മാതൃകാധ്യാപകൻ്റെ റോൾ നമുക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണമെങ്കിൽ ആ അധ്യാപകനെ കുട്ടിയെ ശിക്ഷിക്കാമായിരുന്നു. അതോടുകൂടി ആ കുട്ടി ഈ വിദ്യാഭ്യാസ രംഗം വിടുമായിരുന്നു. ആട്ടോ തൊഴിലാളിയോ മറ്റു ഡ്രൈവറുമായി മാറുമായിരുന്നു. ആ അധ്യാപകനെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ച ആ അധ്യാപകന്റെ അധ്യാപനം വളരെ മഹത്തായ ഒന്നാണ്. അത് നമുക്കാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാമോ. ഞാൻ നിർത്തുകയാണ്, ദീർഘിപ്പിച്ചു പോയി. നമ്മുടെ കല്യാണ സദസ്സുകൾ കണ്ടിട്ടുണ്ട്. പുഷ്പവൃഷ്ടിയും ആരവങ്ങളും നിറപറയുമുള്ള കല്യാണ സദസ്സുകളിലേക്ക് അല്ല നാം ഇനി നോക്കേണ്ടത് എന്നെൻ്റെ അഭ്യർത്ഥന. പിന്നെ എവിടെയാണ് ആരവങ്ങൾ അഴിയുമ്പോൾ, പുഷ്പവൃഷ്ടികൾ അവസാനിക്കുമ്പോൾ, വിരുന്നുകാർ കൈകൂപ്പി തിരിച്ചു പോകുമ്പോൾ, നമ്മുടെ കയ്യിൽ കിട്ടിയ ജീവിത സഖിയുമായി ജീവിതത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ, പച്ചയായ ജീവിതത്തിൽ നാം എങ്ങനെ വർത്തിക്കണം എന്ന് ഉള്ള ഊർജം ലഭിക്കേണ്ടത് കല്യാണ സദസ്സുകളിൽ നിന്നായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറേ അധ്യാപകരും കുറേ വിദ്യാർത്ഥികളും കുറേ സബ് ജില്ലാ കലോത്സവങ്ങളും കുറേ കോക്കോ മത്സരങ്ങളും
സംഘടനാ പ്രവർത്തനങ്ങളുമുള്ള നമ്മുടെ സർവീസ് മേഖലയിലേക്കല്ല ഇനി നാം നോക്കേണ്ടത് എന്നും ജീവിതത്തിൻ്റെ സായസന്ധികളിൽ എന്നെങ്കിലും നാം ഒറ്റപ്പെട്ടു പോയെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് തോന്നുമ്പോൾ ഇല്ല, ശൈല ടീച്ചർ ഉണ്ടാക്കിയ ഈ സ്നേഹക്കൂട് ഇവിടെ ഉണ്ടാകും, നമുക്ക് താങ്ങിനുണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം. നമ്മുടെ അഞ്ചാവിനും ചരസിനും ലഹരി മരുന്നിനും വേണ്ടി അമ്മയുടെ പൈസ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടോ പൈസ കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടോ പൈസ ഇല്ലടാ എന്ന് അമ്മ പറയുമ്പോൾ അമ്മ ഒറ്റ ചവിട്ടിനെ അമ്മയെ താഴെ തള്ളിയിട്ടിട്ട് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയുമായി പോയി മാല വിറ്റ് ലഹരി കേന്ദ്രങ്ങളിൽ നിന്ന് ലഹരി നുണയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ചവിട്ടിയിട്ടിട്ടാണ് വന്നതെന്ന് എന്തോ നേടിയ ഇതോട് പറയുമ്പോൾ വാപ്പ ഗൾഫിലായി പോയതുകൊണ്ട് വാപ്പായുടെ ഉമ്മായെ പോയി കൊന്ന് വാപ്പാക്ക് പകരം വാപ്പായുടെ ജ്യേഷ്ഠനെയും കൊന്ന് ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും കൊന്ന് ഒന്നും അറിയാത്ത പോലെ സ്വന്തം വീട്ടിൽ പോയി സ്വന്തം ഉമ്മയെയും കൊന്ന് സ്നേഹിച്ച് വിളിച്ചു വരുത്തിയ പെൺകുട്ടിയെയും കൊന്ന് ലാളിച്ച് കൊണ്ടുവന്ന അനുജനെയും കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കുളിമുറിയിൽ കയറി കുളിച്ച് പൗഡറും ഇട്ട് പുതിയ ഡ്രസ്സും ഇട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ 6 പേരെ കൊന്നിട്ടുണ്ട് എന്ന് എന്തോ യുദ്ധം ജയിച്ച പ്രതീതിയോടെ പറയാൻ ഒരാൾ വളർന്നു വരുന്ന സമൂഹം വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മാത്രം കൂടി പറയാതെ പോയാൽ ഈ സംഗമത്തിന് ഒരർത്ഥമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൂടി പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞോളം ദീർഘിച്ചു പോയതുകൊണ്ടുള്ള ഭയത്താൽ നിർത്തുന്നു. ഒരിക്കൽ കാണാനും സംസാരിക്കാനും വർത്തമാനം പറയാനും കഴിഞ്ഞതിൽ ഒരു 100 സന്തോഷം. എല്ലാ ആശീർവാദങ്ങളും നേരുന്നു. ഇത് പ്രത്യേകിച്ച് സംഘാടകർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, എൻ്റെ പേര് ശശിധരൻ. 2000 മുതൽ 2006 വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു. 2006 ഇവിടെ നടന്ന പെൻഷനർ. ഞാനിപ്പോൾ താമസിക്കുന്ന പൗടിക്കോണം ഭാഗത്താണ്. എൻ്റെ യഥാർത്ഥ സ്ഥലത്ത് വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ഞാൻ ദീർഘകാലം മലപ്പുറത്ത് പല സ്കൂളുകളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള സംഗമങ്ങൾ മലപ്പുറത്തും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പല സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലപ്പുറത്ത് പോയി എൻ്റെ പഴയ സമ്പാദ്യങ്ങൾ കാണാനും കേൾക്കാനും. നമുക്ക് ഇവിടെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ ഇത് 3ാമത്തെ സ്കൂളാണ്. ഞാൻ പെരുപ്പങ്കോട് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ഒരു രാജൻ സാറുണ്ടായിരുന്നു. രാജൻ സാർ പറഞ്ഞു നമുക്ക് എന്നെ വളരെ ബോയ്സ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് കാണണം. അവിടെ ഒരു ഗോയ് സാറുണ്ട്. ഗോയ് സാർ എന്ന് പറയുന്നത് വളരെ കൂടുതൽ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ ഇതിന്റെ സംഘാടകരായി നിൽക്കുന്ന പല ടീച്ചേഴ്സും ആ കാലഘട്ടം 1991 ജോലി ചെയ്തത്. 98 ഇവിടുന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷനായിട്ട് പോയി. ആ ഒരു കാലയളവിൽ എനിക്ക് നല്ലോണം പ്രവർത്തിക്കാൻ ഇവരുടെ അധ്യാപകർക്ക് നല്ല സ്നേഹം. ഇവിടെ ഇരിക്കുന്ന 2-3 പേരൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരാണ്. അവർക്കെല്ലാം എന്നെ ശരിയായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയേണ്ടതായ ആവശ്യമില്ല. 1976 മുതൽ 2002 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. 2002 ഹെഡ് മാസ്റ്ററായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ഹമീദ് സാറ് പറഞ്ഞതുപോലെ ഉയരത്തിൻ്റെ അതിര് വരെ HS കന്യാകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ LPS സ്കൂളുമെല്ലാം ഹൈസ്കൂളായിരുന്നു. അന്നത്തെ ഐശ്വര്യം ഇന്ന് ഒരു സ്കൂളിനും ഇല്ല എന്ന് തന്നെ പറയാം. വളരെ സന്തോഷത്തോടെ
മാതാവ് കഴിച്ചു കൂട്ടുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിയുന്ന സേവനങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്യുവാൻ, ഇടയാളത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും, ഞാൻ ചെന്നപ്പോഴുണ്ടായിരുന്ന കുട്ടികളുടെ നേരെ ഇരട്ടി കുട്ടികൾ കണ്ടിട്ട് അവിടുന്ന് പോരുവാനും ഇടയായി തീർന്നു. സഹപ്രവർത്തകരായ എല്ലാവരെയും, ഇവിടെയുള്ളവരെയൊക്കെ മിക്കവാറും കാണും, ദൂരെയുള്ളവരെ. സ്കൂളിൽ 1983 നവംബർ 23 ആണ് ജോയിൻ ചെയ്തത്. അന്നാണ് ഞാൻ ജോയിൻ ചെയ്യാൻ വന്ന ആ ദിവസം തന്നെയായിരുന്നു ഈ സ്കൂളിൻ്റെ ബൈഫർക്കേഷൻ നടക്കുന്നത്, ബോയ്സും ഗേൾസുമായിട്ട്. അന്ന് തന്നെയാണ്. അങ്ങനെ ഞാൻ അന്ന് DD രാജൻ സാർ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ടീച്ചറിന് ഏത് സ്കൂൾ വേണം? ഞാൻ പറഞ്ഞു എനിക്ക് ബോയ്സ് സ്കൂൾ മതി. അങ്ങനെ ഞാൻ ഈ ബോയ്സ് സ്കൂളിൽ ഒരു ടീച്ചറായി 13 വർഷം ഇവിടെ വർക്ക് ചെയ്തു. 1996 ഞാൻ ഗവൺമെൻറ് ബാട്ടൺ ഹിൽ ഹൈസ്കൂളിലേക്ക് പോയി. അതിന്ന് ന്യൂ എഞ്ചിനീയറിംഗ് കോളേജായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഒരു 11 വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് സ്കൂളിൽ അവിടെയും ഏകദേശം ഒരു 10-11 വർഷം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ പട്ടം ഗേൾസ് സ്കൂളിലേക്ക് ഡെപ്യൂട്ടി HM ആയിട്ട് പോവുകയായിരുന്നു. 2007-8 പട്ടം ഗേൾസ് സ്കൂളിൽ ഡെപ്യൂട്ടി HM ആയിട്ട് 1 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്ന് നെക്സ്റ്റ് ഇയർ 2008 ഞാൻ തുളിക്കോട് ഹൈസ്കൂളിൽ പ്രൊമോഷനായിട്ട് പോയി. അവിടെ 1 വർഷം വർക്ക് ചെയ്തു. പിന്നെ 2 വർഷം ഗവൺമെൻറ് അരീക്കര ഹൈസ്കൂളിൽ HM ആയിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ 2009 പട്ടം ഗേൾസ് സ്കൂളിലേക്കുള്ള HM ആയിട്ട് മാറിയത്. 2014 ഞാൻ അവിടെ വെച്ച് റിട്ടയർ ചെയ്തു. 3 വർഷം HM ആയിട്ട് അവിടെ വെച്ച് റിട്ടയർ ചെയ്തു. ഇതാണ് എൻ്റെ പ്രൊഫഷൻ്റെ ഇത്. ഞാൻ ഷൈല, ഒരു കാര്യം എനിക്ക് പറയട്ടെ, ഷൈല ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ എപ്പോഴും പത്മിനി ടീച്ചറിനോട് പറയുമായിരുന്നു, ടീച്ചറെ നമ്മുടെ ഹമീദ് സാറിനോട് പറ, ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ. നമ്മുടെ പഴയ ടീച്ചേഴ്സിനെ എല്ലാം കാണാൻ വേണ്ടിയാണ്. ഓരോ പേരെ വീട്ടിൽ പോയി കാണാൻ ബുദ്ധിമുട്ടല്ലേ, ഇത് കണക്കൊരു സംഗമം ഉണ്ടാക്കാൻ പറ. ഹമീദ് സാറ് സീനിയർ സാറാണ്, ഇവിടുത്തെ എല്ലാവരെയും അറിയാം, ഒന്ന് തുടങ്ങുക. എല്ലാ പ്രാവശ്യവും ഞാൻ പപ്പിയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, പക്ഷെ അത് ഒരു ഫെയിലിയർ ആയിരുന്നു. എന്തായാലും ശൈല ടീച്ചർ അത് തുടങ്ങി. ടീച്ചറിന് ഒന്നും കൂടെ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ശൈല ടീച്ചർ ഇതിനെ തുടങ്ങിയതിന്. അങ്ങനെ നമുക്ക് എല്ലാ പേർക്കും ഇന്ന് കാണാൻ സാധിച്ചു. നമ്മൾക്ക് ഇന്ന് നമ്മളെപ്പോലെ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സന്ദർഭമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ്, സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കാണുമ്പോൾ അത് എനിക്കും ഇന്ന് അനുഭവപ്പെട്ട്. ഞാൻ കുറേ നാളുകൾ കൊണ്ട് തന്നെ എൻ്റെ സ്കൂള്, കന്യാളങ്ങര സ്കൂള്, ആക്ച്വലി എൻ്റെ മറിച്ചാലും ഏത് സ്കൂളാണ് അമ്മ വർക്ക് ചെയ്ത്, ഏത് സ്കൂളാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ കന്യാളങ്ങര സ്കൂളിന്നേ പറയുള്ളൂ. കാരണം അന്ന് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കഴിഞ്ഞ സാവധാനം എല്ലാം പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ പേര് പത്മിനി ദേവി. ഞാൻ ഇവിടെ പ്രധാനത്തിൽ താമസിക്കുന്നു. ഞാൻ 1986 മുതൽ 2004 വരെ കല്യാണങ്ങര ബോയ്സിൽ ഉണ്ടായിരുന്നു. 2004 പ്രൊമോഷനായിട്ട് തലയിൽ LPSയിലേക്ക് പോയി. അങ്ങനെ 2007 സെലക്ഷനായി. ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. പിന്നെ ഇത് സംഘടിപ്പിച്ച ശൈല ടീച്ചറിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പുള്ളിക്കാരി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും പേരെങ്കിലും സംഘടിപ്പിച്ചത്. ഇനിയും ശൈലയ്ക്ക് അതിനുള്ള സന്മനസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ പിന്നെ ശൈല എല്ലാവരും വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് കാണാം. വെറുതെ ഇരിക്കുമ്പോഴേ നിങ്ങളെ മുഖം ഒരു ഓർമ്മയായിട്ട്
ഇരിക്കുന്നതിനും നിങ്ങളോടൊന്ന് ഉള്ള സമയം സംസാരിച്ചിരുന്നിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ സുഖമായിരിക്കുന്ന അതിൽ സന്തോഷമുണ്ട്. ഇതിൽ ചില പഴയ ആളുകളായാലും പുതിയ ആളുകളായവരുമായിട്ട് ബന്ധപ്പെടാൻ സംസാരിക്കാനൊക്കെ ഉണ്ട്. അറിയുന്ന കാര്യങ്ങൾ ആരോഗ്യസ്ഥിതി ശരിയാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും എല്ലാം ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല. അത് ആരെങ്കിലും കൂടെ വരണമെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 2001 മുതൽ ഇവിടുത്തെ എച്ചമായിരുന്നു. 2007 ട്രാൻസ്ഫറായി പോയി. അപ്പോൾ പിന്നീടാണ് ഇന്ദിര ടീച്ചർ വരികയും ടീച്ചർ വന്ന് ചാർജാർക്ക് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ദീർഘകാലം ഇവിടുത്തെ എച്ചമായിട്ടിരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതിനുള്ള ശല്യവും ജനങ്ങൾക്ക് ഉണ്ടായി കാണും. എങ്കിലും എല്ലാവരെയും കാണാനും കേൾക്കാനും വീണ്ടും വരാനും ഇപ്പോൾ ആളുകളെ നല്ല പോലെ മനസ്സിലാക്കാം. ഓരോ കുട്ടിയെ എനിക്ക് തിരിച്ചറിയാമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഓരോ കുട്ടിയെയും ഓരോ അധ്യാപകരെയും നല്ല രീതിയിൽ അറിയാനുള്ള സമയം കിട്ടി. മറ്റേത് വന്നു കഴിഞ്ഞ് ഉടനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. ഞാൻ പിന്നെ 2007 ഞാൻ പിന്നെ നേറ്റിങ്ങൽ ലീവായിട്ട് പോയി. അവിടെ നിന്ന് ആറ്റിങ്ങൽ ലീവായിട്ട് വന്ന് 8 മറ്റേ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഹിസ്റ്ററി. അപ്പം ഇതിനിടയിൽ ഒരുപാട് പേരെ കാണാനും ഒരുപാട് കുട്ടികളെയും നാട്ടുകാരെയും എല്ലാം പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയ ഒരു അധ്യാപികയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എല്ലാത്തരം കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള കരുത്തും കഴിവുമൊക്കെ വന്നു. പക്ഷെ പൊതുവെ ഞാൻ അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിയൊക്കെ പ്രവർത്തിക്കുകയോ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. എങ്കിലും എല്ലാത്തിലും പങ്കെടുത്ത് ഇപ്പോൾ ഈ രീതിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത്രയും ഒരു പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അറിയ സന്തോഷം. പിന്നെ ജേതവ് സാറ് ശശി സാറൊക്കെ ഇന്ന് കുറേ നാൾ കൂടി കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് എല്ലാവരെയും കാണാനുള്ള അവസരവും കിട്ടും. അങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാ ആരോഗ്യ ഐശ്വര്യങ്ങളും നേരുന്നു. പ്രിയപ്പെട്ടവര്, ഇപ്പോൾ പറയണ്ടെന്നറിയില്ല. ഇതിൻ്റെ സംഘാടക ശൈലി ടീച്ചറിന് ആദ്യമേ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. നമുക്കൊക്കെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുക അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം പെൻഷൻ പറ്റിയൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ ഒത്തുകൂടുക. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിയോഗത്തിൽ വീട്ടിൽ വരികയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. നന്ദി. അതൊക്കെ മാറണ്ട. എൻ്റെ പേര് നസീമ ബീബി. ഞാൻ ഏകദേശം 23 വർഷം സേവനം അനുഷ്ഠിച്ചത്. 18 വർഷവും ഈ പോലീസിലും ഗേൾസിലുമായിട്ടാണ്. അതിനുശേഷം 2005 റിട്ടയർ ചെയ്തു. പിന്നെ ഈ സംഗമം ചേർന്നതിന് ശേഷമാണ് എല്ലാവരെയും ഒന്ന് കാണാനും സന്തോഷിക്കാനും കേൾക്കാനും കഴിയുന്നത്. അത് സംഘടിപ്പിച്ചിട്ട് പ്രത്യേകം നന്ദി. പിന്നെ ഇതേപോലെ ഒന്ന് കാണാനും കേൾക്കാനുള്ള അവസരം എല്ലാവർക്കും നന്ദി. സെപ്റ്റംബർ മാസമാണ് ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് ജോലി ആദ്യമായി കിട്ടിയത് ഇവിടെ തന്നെയാണ്. 30 വർഷക്കാലം ഇവിടെ ഇരുന്ന് 98 സ്കൂളിൽ ഞാൻ മേഖല ഇവിടെ ലക്ഷ്യമായിട്ട് പോയി. 2003 അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. സഹായം ഇപ്പം പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുന്നത് വളരെ സന്തോഷം. കുഞ്ഞുങ്ങളായി അവരുടെ മക്കളെ പിടിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ പോകും. കൊച്ചു ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാനൊരു വലിയ മനപ്രയാസത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. കാരണം എച്ചാകുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ അല്ലല്ലോ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറേ ടീച്ചേഴ്സിനെ നമ്മൾ നിയന്ത്രിക്കണം, കുട്ടികളെ നിയന്ത്രിക്കണം, ഓഫീസ് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്ക് യാതൊരു വിവരമില്ലായിരുന്നു.
പക്ഷെ ഒരു വർഷമേ ഞാൻ ഇവിടെ ഇരുന്നുള്ളെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് ഒന്നടങ്കം എന്ന് പറഞ്ഞാൽ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഉള്ളവർ നല്ല രീതിയിൽ സഹകരിക്കുകയും ഒരു വർഷക്കാലം എനിക്ക് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സ്കൂള് എന്നെ അനുവദിച്ചു. അതിന് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഇവിടെ ഞാൻ നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും എനിക്ക് അറിയില്ല, വളരെ കുറച്ച് പേരെ എനിക്ക് പരിചയമുള്ളൂ. പക്ഷേ എല്ലാവരെയും കാണാനും അവരോടൊക്കെ ഇതുപോലൊരു സംഗമത്തിൽ പങ്കുകൊള്ളാനും സാധിച്ചതിന് വളരെ സന്തോഷം. പലപ്പോഴും ശൈല എന്നെ വിളിച്ച് ഇവിടുത്തെ വിവരങ്ങൾ പറയാറുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളുമുണ്ടും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടും എല്ലാത്തിനും ചിലപ്പോൾ സഹകരിക്കാൻ പറ്റാതെ വരും. എന്തായാലും ഇങ്ങനെ ഒരു സ്നേഹ സംഗമം സംഘടിപ്പിച്ച ശൈല ടീച്ചറിന് ദീർഘായുസ്സും സുഖവും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ അറിയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഒന്ന് വട്ടത്തിലായിരുന്നെങ്കിൽ പലപ്പോഴും കാണാൻ സൗകര്യം കിട്ടിയത്. എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് ഇരിക്കുന്ന ആളുകളൊന്ന് തിരിഞ്ഞാൽ മതി. എൻ്റെ പേര് ഉമ്മൻചാണ്ടിയിൽ 2005 മുതൽ 2020 വരെ ഈ സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗീത. ഞാൻ 2006 മുതൽ 2019 വരെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇതിനെ ഇവിടെ ജോയിൻ ചെയ്ത താമസ ടീച്ചറുകളുണ്ട്. സായ ടീച്ചർ, ടീച്ചർ, ജസില ടീച്ചർ, ലിജു ടീച്ചർ എല്ലാം തുടർന്ന് സായ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിനെ വളരെ സ്നേഹാദരോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം അന്ന് കൂടെ വർക്ക് ചെയ്യുന്ന കുറേ എല്ലാവരുടെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം വളരെ പ്രചോദനമായിട്ട് നമുക്ക് പെൻഷനായി പോയ ആൾക്കാരുടെ വാക്കായി തോന്നുന്നുണ്ട്. വിദ്യാർത്ഥികൾ ചെയ്തിരിക്കും. ടീച്ചറിന്റെ പിന്നിലാണ് നമ്മളെല്ലാവരും എപ്പോഴും നിൽക്കുന്നത്. ഒരു സംഘാടകയായി നമ്മളെ മുമ്പേ നയിക്കാൻ നല്ല കഴിവുള്ള ആളായിരുന്നു. അതിപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്നേഹക്കൂട് ഉണ്ടായിക്കൊണ്ട് വരികയും നമ്മളെല്ലാവരെയും ഇങ്ങനെ
ടീച്ചർ വന്നിട്ടില്ല. ടീച്ചർ വന്നിട്ടാണെന്നറിയില്ല. ജോലി ചെയ്തിരുന്നു. ആ സബീന ടീച്ചറിൽ നിന്നാണ് ഞാൻ ചാർജ് വാങ്ങിയത്. അതിന് മുൻപ് ഞങ്ങൾ പണ്ടേ വളരെ അടുത്ത ഒരു ദിവസം പോലും ഒന്നിച്ച് ജോലി ചെയ്തിട്ടില്ല. പക്ഷേ യാത്രയിൽ വളരെ ദൂരെ ഞാൻ മുളവൂർ സ്കൂളിലും കരമന ബോയ്സ് ഹൈസ്കൂളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് കോട്ടമ്മൽ ഹൈസ്കൂളിലും ചാലയിലും ഒക്കെ ആയിട്ട് ഇന്നലെയുണ്ട്. ഞങ്ങൾ യാത്ര മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചായിരുന്നു. താമസം ഉള്ളൂരും പൊങ്ങോടുമാണ്. അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് ഏതാണ്ടായിട്ട് അവിചാരിതമായിട്ടാണ് ഇന്നലെ ഇരുന്ന സ്കൂളിൽ ഞാൻ എച്ചമായിട്ട് ജോലി ചെയ്തത്. അതിനു മുൻപ് ഒരു വർഷം ഞാൻ ആറുമുഴ DHS പ്രിൻസിപ്പലായി ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. ദൂരം ഇത്രയും എൻ്റെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയത്. അല്ലെങ്കിൽ റിട്ടയർ ആകുന്നത് വരെ ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ എല്ലാ അധ്യാപകരും അനധ്യാപകരും ഏറ്റവും സൗഹാർദ്ദമായിട്ട് തന്നെയാണ്. കുട്ടികൾ അതെടുത്ത് പറയുന്നതാണ്. വലിയ കഴിവോ അറിവോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട കുട്ടികളാണ്. പക്ഷേ വളരെ വളരെ സ്നേഹം. ഇന്നും വഴി കണ്ടില്ല. എനിക്ക് അവരെ ആരെയും കണ്ടാറില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് എന്നെ കണ്ടാൽ ഇന്നും തിരിച്ചറിയാം. ഇന്നും നമ്മുടെ പഴയ എച്ചം ഇപ്പോഴും കണ്ടാൽ പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ബസ്സിൽ കയറുമ്പോഴും ബസ് നിർത്തി തന്നില്ലെങ്കിൽ പറഞ്ഞു നിർത്തിക്കാൻ എത്രയോ അവസരങ്ങൾ ഞാൻ ഇവിടുന്ന് പോയ ശേഷം എനിക്കുണ്ടായി. അത് നല്ല ഒരു നാട് എടുത്തു പറയുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് അന്നത്തെ ഞങ്ങളുടെ PTA പ്രസിഡന്റ് ഹമീദ് സാർ. എനിക്ക് ഇന്ന് സാറിനെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ. ഒരുപാട് കാലമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സഹായം സാർ എനിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പറഞ്ഞതുപോലെ അധ്യാപികയായിരുന്ന ഒരു വർഷം മാത്രം ഏറ്റവും സ്ത്രീകളാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അവിടെ എനിക്ക് 2 ക്ലർക്കന്മാരുണ്ടായിരുന്നു. ഞാൻ ഈ നാർമ സ്കൂളിൽ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് അവിടെ വന്നിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ വനിതയായിരുന്നു. എനിക്ക് മനസ്സിൽ കഴിയില്ല. പക്ഷെ എല്ലാ ദിവസവും ഹമീദ് സാർ വന്ന് എല്ലാം എന്നെ അംഗീകരിക്കാൻ സാധിക്കും. അതുപോലെ ഷൈല എൻ്റെ PTA സെക്രട്ടറി ആയിരുന്നു. ജീവനാന്ത സെക്രട്ടറി ആയിരുന്നു. ഇവിടെ ടോയ്ലറ്റ് പിന്നെ ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടതായി വന്നു എന്ന് പറയുന്നതല്ല ശരി. കുറേ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തന്നെയാണ് ആ കാലയളവിൽ പണിയെടുത്തത്. പക്ഷെ വേറെ ആരുടെയും കുറ്റം കൊണ്ടല്ല. അതിനുള്ള സാഹചര്യവും സൗകര്യവും കുറവായിരുന്നു. പക്ഷേ ഏറ്റവും നന്നായി ആ പണികളൊക്കെ തീർക്കുന്നതിനും എടുത്തു പറയട്ടെ ഹമീദ് സാർ തന്നെയായിരുന്നു ഏറ്റവും സഹായം. എനിക്ക് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നതിനായിട്ട് ആൾക്കാരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പല മീറ്റിങ്ങുകൾക്കും ഞങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിൽ കല്യാണങ്ങൾക്ക് ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഒന്നും ഞാൻ വരത്തില്ലെന്ന് കരുതിയായിട്ട് ആരെയും കല്യാണത്തിനൊന്നും കേൾക്കാറില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഗീതയുടെ നമ്മളുടെ കല്യാണത്തിനൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വന്നിരുന്നു. ജസിന്ത ടീച്ചർ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഒന്നിച്ച് ടീച്ചറായിട്ടും ഞാൻ HM-ആയിട്ടിരിക്കുമ്പോഴും ജസിന്ത ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സെപ്റ്റംബർ 5-ന് ഒരു പങ്കെടുപ്പിനായിട്ട് ജസിന്ത തന്നെ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത്. വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്. ഞാൻ ഇവിടെ HM-ആയിട്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് റിട്ടയർ ആയ ശേഷം NLC വാങ്ങിക്കുന്നത്. അതായത് ലാസ്റ്റ് 8 വർഷത്തെ ഓടിച്ചിട്ട് ഞാൻ വിളിച്ചത് ഞാൻ ലാസ്റ്റ് നിർബന്ധിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷകരമായ കൂട്ടായ്മ മേലിലും ഇനി തുടരെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ വന്ന സ്ഥിതിക്ക് 2 വാക്ക് സംസാരിപ്പിക്കേണ്ടതായിരുന്നു. വന്ന സ്ഥിതിക്ക് 2 വാക്ക് സംസാരിപ്പിക്കേണ്ടതായിരുന്നു. ഓഹോ, പിന്നെ എന്താണെന്ന് അറിയാതെ വന്നായിരിക്കും. കാര്യത്തിലായിരുന്നാലും
അതുപോലെ തന്നെ മറ്റ് ഏത് കാര്യം വന്നാലും ഞങ്ങൾ കുറച്ചുപേർ കൂടും. അവിടെ നാരങ്ങ വെച്ച് എല്ലാവരും കൂടി ഇതിനെ ഷൈനിയുടെ അമ്മ വെച്ച കാര്യത്തിന് ഞങ്ങൾ പോയതും കൂടി ഇവരെല്ലാവരും വേണ്ടി ഞങ്ങൾ പോകണം. ഒരു പുതുമ തോന്നുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ കൂടാറുണ്ട് പലപ്പോഴും, എല്ലാവരും ഇല്ല. എന്നാലിപ്പോൾ എല്ലാവരും കൂടാൻ കാരണക്കായി നമ്മുടെ ഷൈനി ടീച്ചറാണ് എന്നുള്ളത് വലിയൊരു മഹത്തായ കാര്യമുണ്ട്. അതിലൊക്കെ നമ്മുടെ ഈ ഒക്കെ ഒരു സഹായം എപ്പോഴും പറയും, ഇവിടെ ഒന്ന് വിളിക്കണേ കൂട്ടുന്നതാണ്. ഞങ്ങൾ ഇതിനെ കൂടെ ഫോൺ ചെയ്യാറുണ്ട്, വീട്ടിൽ പോകാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. അതിലേക്ക് ഒരു എന്താണ് നമ്മുടെ സൗഹൃദം കുറച്ചുകൂടി വലുതായി കുറയുന്നില്ല. പിന്നെ സൗഹൃദം ആശ്വസിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 2-3 കുട്ടികൾ തന്നെ ഇപ്പോഴും ഫാമിലി ഫ്രണ്ടാണ്. ശനിയാഴ്ച കൂടി എൻ്റെ വീട്ടിലെ ഭാര്യയും സൈനികമായിട്ട് കുട്ടി ആണായിട്ട് വന്നിരുന്നു. പിന്നെ ഒരുപാട് പേര് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ഗീത വളരെയേറെ എന്നെ പല കാര്യത്തിനും വളരെയധികം സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും വളരെ കുറച്ച് പേര് അന്നുണ്ടായിരുന്നതായിട്ടുള്ളവർ ഇവിടെ ഉള്ളൂ എങ്കിലും അതിൽ ഒരാളെ പോലും മാറ്റി നിർത്താറില്ല. എല്ലാവരും ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് എന്നോട് സഹകരിച്ചിട്ടുള്ളത്. ഞാനിവിടെ വർക്ക് ചെയ്തത്. അതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. 1981 കൊച്ചറ LPSൽ നിന്നാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. 5ാം ക്ലാസ്സിൽ ഉണ്ട്. സാറിനെ പഠിപ്പിച്ചിട്ടില്ല. സാർ പടി കൊണ്ട് ഇവിടെ നടക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ്. 2 അസീസ് സാർമാർ ഇവിടെ ഉണ്ടായിരുന്നു. സാറ് അങ്ങനെ കുറച്ചുപേരെ കോടതി പറഞ്ഞേക്കുന്ന വീണ്ടും കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ അധ്യാപകർക്ക് അവരുടെ വടി തിരിച്ചു കൊടുത്താൽ പിള്ളേരെ മര്യാദക്കാരാവും. ഇവിടുത്തെ ഓർമ്മ എനിക്ക് അത്രയാണുള്ളത്. പിന്നെ കുറച്ചു കാലം കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു പിള്ളേരെ അടിക്കരുത് ചരസം കഞ്ചാവ് അതെല്ലാം ഒരുമിച്ച് എഴുതി ശരിയായി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന അന്നത്തെ വളരെ ബഹുമാന്യനാണ് അദ്ദേഹം. അത് എച്ചമായിട്ട് ടീച്ചറുണ്ടായിരുന്നു. കുറെ പേരില്ല, ഒരു 5-6 പേര് എനിക്കറിയാം. വേറെ ആരെയും എനിക്കറിയില്ല. എന്നാലും എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഗ്രൂപ്പിൽ കലവല പറയുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും എന്നെക്കാട്ടി പ്രായമുള്ള ആൾക്കാരാണ്. എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് രാവിലെ എല്ലാവർക്കും ഒരു 2 വരി എന്റെ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ പറയും. ഇവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് പോലും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്ന ആളാണെന്ന് ഇവിടെയുള്ള ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു. അവിചാരിതമായിട്ട് കണ്ടുപിടിച്ച പ്രസന്റ് സാറിന് അറിയാം, പക്ഷെ അദ്ദേഹം ഇവിടെ ഉള്ളപ്പം ഞാൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് അറിയില്ല. പിന്നെ ഞങ്ങൾ അവിചാരിതമായിട്ട് കണ്ടെത്തിയതാണ് എഴുതി സാറിനെ. നമ്മുടെ KSCയുടെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് കണ്ടത്. അന്നാണ് ടീച്ചർ സർജറി കഴിഞ്ഞ് കിടക്കല്ലേ ഫോട്ടോ ഇടണേ ശൈലേന്ന് പറഞ്ഞ് ചോദിച്ചങ്ങനെ കൈ വരുന്നുണ്ട്. പിന്നെ കുടുംബം ശൈല ടീച്ചർ വിട്ടുപോയ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂട്ടത്തിലില്ല. ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 12 വർഷമായി. അതിലിവിടെ ഇരിക്കുന്ന ചില ആൾക്കാരൊക്കെ അറിയാമായിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. 2 മക്കളുണ്ട്. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം കരകളൊക്കെ വിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുണ്ട്. കൊഞ്ചം തന്നെയാണ്. ഇല്ല, വേറെ ഒരു കുഴപ്പമില്ല. സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ അതിനെക്കാട്ടി സന്തോഷം. ഇനിയും ഉള്ള കൂട്ടായ്മകളിൽ എന്നെയും ഉൾപ്പെടുത്താൻ ടീച്ചറോട് ഞാൻ പറയുകയാണ്. ഉണ്ടാവും, കൂട്ടത്തിലുണ്ടാവും. ഇനി നമുക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമസ്കാരം. പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പായി പൈതലുള്ള പാട്ട് പാടും. ഇതിനൊക്കെ ഒന്ന് ഉറക്ക്. പാടുന്ന ആൾക്കാരുണ്ട്. ഇനി ജോഹന്നാസ് ഉണ്ട്. പാട്ട് അധികം സുഖമുള്ളതെന്ന്
സംസാരിച്ചില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി പോയതുകൊണ്ട് ആരൊക്കെ മഞ്ജു അറിഞ്ഞില്ല. മഞ്ജു അറിഞ്ഞില്ല. സെല്ല് സംസാരിച്ചു. സീനിയറായിട്ട് പോലും വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ അധ്യാപകർ ഏറ്റവും നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടെ എന്താ പറയണ്ടേ, ഒരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൈഫൈ ഉണ്ടെങ്കിലേ ഒക്കെയുള്ളൂ ശരി. ഇപ്പോഴത്തെ വായ്പ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വായ്പ നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ഒരു ആവശ്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്ന് സ്കൂൾ തുറക്കുകയും വൈകുന്നേരം വരെ ആണ് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ വായ്പ അവര് എൻ്റെ സ്ഥലം വെഞ്ഞാറമൂടാണ്. 2014 ഇവിടെ ഞാൻ ഒരു വർഷം ഇവിടെ ജോയിൻ ചെയ്ത്, ഇവിടെ ഒരു വർഷം HSI ജോയിൻ ചെയ്ത് 2016 ഇവിടെ ഡിവിഷനുകൾ വന്നപ്പോൾ കുടവപ്പുറം സ്കൂളിലേക്ക് പോയി. അതിനുശേഷം വൈഫിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോലി ചെയ്തപ്പോഴത്തേക്കും മക്കള് എനിക്കറിയാം. എനിക്ക് ബാക്കി നമ്മൾ ഒത്തിരി മീറ്റിങ്ങുകൾ കൂടിയപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കണ്ടുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാനിതിനിടയ്ക്ക് ഒരു യാത്രയിൽ പോയി. അവിടെ എല്ലാവരും നിന്നപ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയാൻ വയ്യ. കാരണം 5 അച്ഛന്മാരാണ് ഇവിടേക്ക് പോയത്. കൊണ്ട് സമയമുണ്ട്. ടീച്ചർ ഉൾപ്പെടെ 6 പേര്. പിന്നെ ഇതിന് 1-2 പേര് മാത്രമേ എനിക്ക് പരിചയം. ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ വന്ന് കണ്ടുകൊണ്ട് ഇതിനെ അറിയാം. സമയത്ത് എത്താൻ രാവിലെ വല്ലൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു, എത്താൻ പറ്റിയില്ല. തിരക്കായിട്ട് സമയം ഞാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ താമസിച്ചതാണ്. ഇവിടെ വരാൻ വേണ്ടിയുള്ള പള്ളിക്കൂടത്തിന്റെ സ്കൂൾ തുറക്കാറായില്ല സാർ. മിക്ക സമയത്തിന് വേണ്ടി പോയി. അങ്ങനെ കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ എന്നെ കുറിച്ച് പറയാൻ ഞാൻ 2004 ഞാൻ ജോബിന് വന്ന ആളാണ്. 2022 വരെ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് അനുഭവങ്ങളുള്ള സ്കൂളാണ്. അനുഭവങ്ങൾ നല്ല എച്ചന്മാരാണ് ചുറ്റോട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ഷൈനിഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ അണ്ടറിലായിരുന്നു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ലിസൺ ടീച്ചർ ഉണ്ടായിരുന്നു. ഗീത ടീച്ചറൊക്കെ പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ സാറിന് എല്ലാവരും ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. വലിയ വേളയിൽ ഇത്രയും ഷുഗർ ലെവലിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അവിടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കൂടി പ്രവർത്തനത്തില്ല. ഞാൻ സുദർശൻ പരിചയപ്പെടുത്തിയിട്ട് പല രംഗത്ത് നിങ്ങൾ എങ്ങനെ പരിചയപ്പെടാൻ ഈ ഓഫീസിലിരിക്കാം. ഈ സ്കൂളിൽ വെച്ച് പരിചയപ്പെടാം. അതുകൊണ്ട് അടുത്ത് ബന്ധമുണ്ട്. ഇപ്പോൾ പലക്കാരെ കാണാറില്ല. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ കഴിയും. ഈ സ്നേഹക്കൂടിൻ്റെ ഒരു ബാഗ് അടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ കിട്ടാത്ത വഴി ധൃതി പിടിച്ച് രാവിലെ അടിച്ചു തരുന്നു. അപ്പോൾ അത് കണ്ടൊരു സിമ്പൽ വളരെ ആകർഷകമായി എനിക്ക് തോന്നി. അവൻ ഇവിടെ നമ്മുടെ അടിച്ച കുട്ടിയാണ്. നമ്മുടെ അശ്വന്റെ മകനാണ്. ഞാൻ പഠിപ്പിച്ചെടുക്കേ തന്നെ ഇവിടെ വന്നിരുന്നു. എൻ്റെ പറഞ്ഞു നമ്മുടെ എൻ്റെ വിദ്യാർത്ഥിയാണ്. ഇവിടെ പഠിപ്പിച്ച കുട്ടിയാണ്. എനിക്കത് ബഹുഭൂരിപക്ഷം ആളുകളെ ഞാൻ പുറത്ത് പരിചയപ്പെട്ടത് ഈ പള്ളിക്കൂടത്തിന് പുറത്ത്. ഇവിടെ എനിക്കുണ്ടായിരുന്ന പരിടത്തായി പറന്ന് ഇറങ്ങാൻ പറ്റണം. കാരണം നമ്മളെ കാണാതെ നമ്മളെ വിളിക്കാതെ ഇരിക്കുന്ന കുറേ കിളികൾ നമുക്കൊപ്പം ഈ കൂട്ടിലേക്ക് വരേണ്ടതുണ്ട്. നമുക്ക് പറന്നു പോയി അവരെ കാണാൻ പറ്റണം. അങ്ങനെ കൂടെ ആകുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ ഈ കൂട്ടായ്മയ്ക്കൊരു അർത്ഥമുണ്ടാകുന്നത്. കാരണം ഞാൻ പോയി, ഞാൻ പെൻഷനേഴ്സിൻ്റെ ഭാഗമായി ചില ടീച്ചർമാരെ കാണാൻ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് വന്നതിൻ്റെ സന്തോഷം, നമ്മൾ ചെല്ലുന്നതിൻ്റെ ഒരു സന്തോഷം അവർ പങ്കുവയ്ക്കുന്നു. അവശരായി പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ വരുന്നു. ഈ കിടക്കയിൽ മാത്രം ആശ്രയമായിരിക്കുന്ന ആളുകളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ വന്നല്ലോ, എന്നെ ഒന്ന് കണ്ടല്ലോ എന്ന് പറയുന്ന, നമ്മളെ കണ്ണു നിറയ്ക്കുന്ന, നമ്മളെ കണ്ണിൽ അവിടെ വന്ന് എണ്ണീട്ട് പോയ ടീച്ചറ്
പ്രവാഹങ്ങളാണു നമ്മൾ ജാതി മതാന്ധതയ്ക്കന്ത്യം കുറിക്കുന്ന സ്നേഹപ്രവാഹങ്ങളാണു നമ്മൾ. അവിടെ പോയിട്ടാണ് വന്നത്. കമ്മലും ഇതും ഉണ്ടോ? ഇതിന്റെ പിന്നെ ഇവിടെ വന്ന് അവരെടുത്തോണ്ട് പോകോളൂ. നമ്മുടെ ഇവിടുത്തെ കസേരകളൊന്നും അതിനകത്തില്ലല്ലോ. അങ്ങനെയുള്ള കസേരകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സംഗമം ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ ഈ വീഡിയോ കണ്ടെന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.